തുടക്കത്തിലൊരു കാര്യം പറയാം. കേരളത്തിൽ നിന്നൊരു വ്യവസായി മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് പോയി വ്യവസായം തുടങ്ങുന്നതിന് സ്വാഗതം ചെയ്യുകയാണ്. തീർച്ചയായിട്ടും കേരളത്തിൽ നിന്നുള്ള നിരവധിയായിട്ടുള്ള വ്യവസായികൾ ഇന്ത്യയിൽ ലോകത്ത് എവിടെയും വ്യവസായം തുടങ്ങാനുള്ള സാഹചര്യത്തിലേക്ക് കേരളത്തിൽ നിന്ന് അതിനൊരു സാഹചര്യം ഉണ്ടായത് നല്ല കാര്യമെന്ന് വിശ്വസിക്കേണ്ട ഒരാളാണ് ഞാൻ. കാരണം അദ്ദേഹത്തിൻ്റെ ഫാക്ടറി 60 വർഷമായിട്ട് കേരളത്തിൽ നിന്ന് വ്യവസായം തുടങ്ങി അങ്ങനെ വളർന്ന് പന്തലിച്ച് അദ്ദേഹം ഈ നിലയിലെത്തിയതിന് പ്രത്യേകം അഭിനന്ദനം ആദ്യം തന്നെ പറയുകയാണ്. പിന്നെ അദ്ദേഹത്തിനെ സംബന്ധിച്ച് നമ്മുടെ കേരളത്തിൽ നിങ്ങൾക്കറിയാം, ബ്ലീച്ചിങ് ആൻഡ് ഡൈയിങ് യൂണിറ്റുകൾ കേരളത്തിൽ തുടങ്ങാൻ വളരെ ബുദ്ധിമുട്ടാണ്. കാരണം സ്ഥലപരിമിതിയാണ് ഏറ്റവും വലിയ പ്രശ്നം. പിന്നെ പരിസ്ഥിതി മലിനീകരണവും. സാബു ജേക്കബിൻ്റെ എനിക്ക് തോന്നിയത് അദ്ദേഹത്തിന് അത്തരം യൂണിറ്റുകൾ ഇനി കേരളത്തിൽ തുടങ്ങാൻ കഴിയുമോ എന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം വലിയ പരിസ്ഥിതി പ്രശ്നങ്ങളും സാമൂഹ്യ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പോൾ വളരെ ബുദ്ധിപൂർവമായിട്ട് ആളൊഴിഞ്ഞ പ്രദേശം എന്നുള്ള രീതിയിൽ ആന്ധ്രയും തെലുങ്കാനയൊക്കെ അദ്ദേഹം ചൂസ് ചെയ്തായിരിക്കാം. പക്ഷേ ഒരു രാഷ്ട്രീയ കക്ഷിയുടെ നേതാവ് എന്നുള്ള നിലയിൽ അദ്ദേഹത്തിന് പൊളിറ്റിക്കൽ അറ്റൻഷൻ കിട്ടാൻ വേണ്ടിയും അല്ലെങ്കിൽ ഈ നിലവിലുള്ള സംസ്ഥാന സർക്കാരിനെ കുറ്റപ്പെടുത്താൻ വേണ്ടിയും ഒരു കാരണം കണ്ടുപിടിച്ചു എന്നതിലപ്പുറം വലിയ കാര്യമില്ല എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. പിന്നെ അദ്ദേഹം പറയുന്നത് കേരളത്തിൽ വ്യവസായം തുടങ്ങാൻ സാഹചര്യങ്ങളില്ല, ഇനി വ്യവസായം തുടങ്ങൂലെന്ന് പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ അദ്ദേഹത്തിൻ്റെ കൂടി ഉടമസ്ഥയിലുള്ള അന്ന ഗ്രൂപ്പ്, അതായത് കിറ്റക്സ് ഗ്രൂപ്പിൻ്റെ സഹോദര സ്ഥാപനമായ അന്ന ഗ്രൂപ്പ് കിഴക്കമ്പലത്ത് ഊരക്കാട് എന്ന് പറയുന്ന സ്ഥലത്ത് പുതിയ വ്യവസായം തുടങ്ങാൻ ലൈസൻസിന് അപേക്ഷിച്ച് പഞ്ചായത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ പൊള്ളയായിട്ടുള്ള കാര്യങ്ങൾ മാധ്യമങ്ങളുടെ മുന്നിൽ വന്ന് പറയുകയും പുറം വാതിലിലൂടെ കേരളത്തിലെ എല്ലാ സാഹചര്യവും പ്രയോജനപ്പെടുത്തിക്കൊണ്ടാണ് അദ്ദേഹം ഇരിക്കുന്നത്. അപ്പോൾ അതൊന്നും ഈ സാഹചര്യത്തിൽ നമ്മൾ ഗൗനിക്കേണ്ടതായിട്ടില്ല. പിന്നെ കേരളത്തിലെ വ്യവസായ മന്ത്രിയെ സംബന്ധിച്ച് ഈ സാബു എം ജേക്കബ് ആരാണ് കേരളത്തിലെ വ്യവസായ മന്ത്രിയെയും മുഖ്യമന്ത്രി പിണറായി വിജയനെയൊക്കെ ഇത്തരതരത്തിൽ വിമർശിക്കാൻ? ഇത്രയും നാൾ കേരളത്തിൽ താമസിക്കുകയും കേരളത്തിലെ ഗവൺമെൻറ്റുകൾ മാറി മാറി വരുന്ന എല്ലാ ഗവൺമെൻറ്റുകളുടെയും ആനുകൂല്യങ്ങൾ പറ്റി തന്നെയാണ് അദ്ദേഹം മന്ത്രിയായ വ്യവസായം ഇവിടെ നടത്തിയത്. അപ്പം നിങ്ങൾ അദ്ദേഹം പറയുന്ന നിങ്ങൾക്കറിയാം, ഞാനത് പറയുന്നത് ശരിയല്ല, എന്നാലും പറഞ്ഞ് പറ്റുള്ളൂ എന്ന് വെച്ചാൽ എന്ത് ചെയ്യും? എല്ലാ മാങ്ങ സീസണാകുമ്പോൾ കിറ്റക്സ് ഗ്രൂപ്പിൻ്റെ ഒരു മാങ്ങ ഈ പറയുന്ന എല്ലാവരുടെയും വീട്ടിലേക്ക് കൊണ്ടുപോയി കൊടുക്കുന്നത് സമാധാനം കിട്ടാൻ വേണ്ടിയാണോ എന്ന് അദ്ദേഹത്തിൻ്റെ അടുത്ത് തന്നെ ചോദിക്കുക. അതെന്തിനു വേണ്ടിയാണ്? അപ്പോൾ ഇങ്ങനെ പുറം പാതയിലൂടെ ഞങ്ങൾ കൊടുക്കുന്നില്ല എന്ന് പറയുമ്പോഴും കാര്യങ്ങളൊക്കെ നന്നായിട്ട് ചെയ്ത് മാങ്ങയും കൊടുത്തും ആപ്പിളൊക്കെ കൊടുത്തും പൈനാപ്പിളൊക്കെ കൊടുത്ത് പലതരത്തിലുള്ള സ്വാധീനങ്ങൾ നടത്താൻ അദ്ദേഹം ശ്രമിക്കുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കിട്ടിയവർ നേരെ വന്ന് പറയും ഞങ്ങൾക്ക് എന്തിനു വേണ്ടിയാണ് ഇതൊക്കെ കിട്ടിയതെന്ന് പറയേണ്ടി വരും. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പായിട്ടൊന്നും എനിക്ക് തോന്നുന്നില്ല. പക്ഷേ അദ്ദേഹത്തിൻ്റെ, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഒരു റീസൺ കേരളത്തിൽ നിന്ന് ഞങ്ങൾ പോകുന്നു. കാരണം കിഴക്കമ്പലത്ത് ഡൈയിങ് ആൻഡ് ബ്ലീച്ചിങ് യൂണിറ്റ് ചെയ്യാൻ അദ്ദേഹത്തിന് കഴിയില്ല. അപ്പോൾ അദ്ദേഹം ഇവിടെ ഉദ്ദേശിക്കുന്ന ഒരു സ്റ്റിച്ചിങ് യൂണിറ്റായിട്ട് ഇവിടെ തുടങ്ങുകയും അത് തെറ്റില്ലെന്ന് ഞാൻ പറയണം. കാരണം ഈ കേരളം പോലുള്ളൊരു ചെറിയ സംസ്ഥാനത്ത് അല്ലെങ്കിൽ കിഴക്കമ്പലം പോലത്തെ ഒരു ചെറിയ സംസ്ഥാനത്ത് ചെറിയ ഗ്രാമപഞ്ചായത്തിൽ അത്തരം വലിയ യൂണിറ്റുകൾ വന്നു കഴിഞ്ഞാൽ നാട്ടുകാർ വലിയ പ്രതിഷേധം ഉണ്ടാക്കും. അത്തരത്തിലുള്ള പ്രതിഷേധം മറികടക്കാനാണ് അദ്ദേഹം ഒരു രാഷ്ട്രീയ കക്ഷി തന്നെ ഉണ്ടാക്കിയത്. അത് പിന്നെ അദ്ദേഹത്തിന് പെട്ടെന്നൊരു സ്വപ്നം തോന്നി കേരളം ഭരിക്കും എന്നൊക്കെ തോന്നിയതുകൊണ്ട് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ അത്തരം ആഗ്രഹങ്ങളായിട്ട് വന്നു. പക്ഷെ അത് ജനം അത് തിരിച്ചറിഞ്ഞ് അദ്ദേഹത്തിനെതിരായിട്ട് വോട്ട് ചെയ്തു. അന്നു മുതൽ കേരളം മോശമാണെന്ന് മറ്റ് എല്ലാ വേദികളിലും പറയുമ്പോൾ നേരത്തെ ഇവിടെ സൂചിപ്പിച്ച പോലെ 60 വർഷമായിട്ട് കേരളത്തിന് ഒരു കുഴപ്പമുണ്ടായില്ല. പിന്നെ സാബു ജേക്കബ് പോയാലും ഞാൻ കേരളത്തിൻ്റെ വ്യവസായ മന്ത്രിയെ ആ കാര്യത്തിൽ പ്രത്യേകം അഭിനന്ദിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഒരു കാരണം പറഞ്ഞു കഴിഞ്ഞാൽ സാബു ജേക്കബാണ് കേരളത്തിലെ വ്യവസായം വളർത്താൻ ഒരു കാരണം, ഇൻഡയറക്ട്ലി. കാരണം അദ്ദേഹം ഇങ്ങനെ കേരളത്തിനെ മോശപ്പെടുത്തിയപ്പോൾ കഴിഞ്ഞ ഈ LDF സർക്കാരും ഈ സർക്കാരും വളരെ കാര്യക്ഷമമായിട്ട് പ്രവർത്തിക്കുകയും ഏതെങ്കിലും ന്യൂനതകൾ ഉണ്ടെങ്കിൽ അത് പരിഹരിക്കുന്നതിന് വേണ്ടിയുള്ള വലിയ പ്രയത്നം നടത്തുകയും ഇന്ന് കേരളത്തിൽ 1.5 ലക്ഷം പുതിയ സംരംഭങ്ങൾ തുടങ്ങാൻ നമുക്ക് കഴിഞ്ഞു. കോടിക്കണക്കിന് രൂപ നമുക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് നടത്താൻ കഴിഞ്ഞു. സാബു ജേക്കബിനും ഒരപേക്ഷ ഞങ്ങളുടെ കയ്യിൽ തന്നു കഴിഞ്ഞാൽ കേരളത്തിൽ വ്യവസായം തുടങ്ങാൻ ഒരു കുഴപ്പമില്ല. പിന്നെ ഹെലികോപ്റ്റർ അയക്കാനും മറ്റേ പ്രൈവറ്റ് ജെറ്റ് അയക്കാനൊന്നും നമ്മുടെ ഗവൺമെൻറ് ചിലപ്പോൾ ശ്രമിച്ചെന്ന് വരില്ല.
കുന്നൂർനാട് നിയമസഭാ മണ്ഡലത്തിലെ ചില പഞ്ചായത്തുകൾ, LDF ഭരിക്കുന്ന പഞ്ചായത്തുകൾ അദ്ദേഹത്തിന് ഒരുപാട് നിക്ഷേപിക്കണം എന്ന ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ അത് MLA ഇടപെട്ട് തടഞ്ഞു, പണിമുടക്കി എന്നൊക്കെയുള്ള ആരോപണം. അല്ല, അങ്ങനെയാണെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ, അന്ന ഗ്രൂപ്പ് അങ്ങനെയാണെങ്കിൽ ഇത് പുതിയ വ്യവസായ സംരംഭം തുടങ്ങാൻ അദ്ദേഹം തയ്യാറാണല്ലോ. ഇനി MLA ഓഫീസിലേക്ക് വരാം, അദ്ദേഹത്തിന് MLA ഓഫീസിൽ വന്നിട്ട് ഒരു അപേക്ഷ എനിക്ക് തന്നാൽ മതി. എന്ത് വ്യവസായം തുടങ്ങാനും ഞാൻ ഫുൾ സപ്പോർട്ട്. പക്ഷെ ഈ ആളുകളുടെ മുമ്പിൽ പറയുമ്പോൾ ഒരു നയവും മറ്റ് ചില സ്ഥലത്ത് ചെല്ലുമ്പോൾ വേറൊരു നയം, അങ്ങനെ വേണ്ട. ഒന്നില്ലെങ്കിൽ അദ്ദേഹം വ്യവസായിയായിട്ട് സംസാരിക്കുക, അല്ലെങ്കിൽ രാഷ്ട്രീയ നേതാവായിട്ട് സംസാരിക്കുക. രണ്ടും കൂടി ആവുമ്പോഴാണ് ഈ പ്രശ്നം. അദ്ദേഹം എന്ന വ്യവസായിയോട് ഞങ്ങൾക്ക് ബഹുമാനമുള്ളൂ, പക്ഷെ അദ്ദേഹം എന്ന രാഷ്ട്രീയക്കാരനോട് ഒരു പ്രതിപക്ഷ ബഹുമാനത്തിലപ്പുറം തല കുനിച്ച് നിൽക്കാൻ ബുദ്ധിമുട്ടാണ്. ആശ്രയിച്ചെന്ന് പറഞ്ഞാൽ പണിയെടുക്കണവന് പൈസ കൊടുക്കും, ആ പൈസ അദ്ദേഹം കൊടുക്കുന്നുണ്ട്. അത് വലിയ കാര്യമായിട്ടല്ല, ആ പണിയെടുക്കണതിനല്ലേ പൈസ കൊടുക്കണുള്ളൂ. അതൊക്കെ അദ്ദേഹത്തിന്റെ, നിങ്ങൾ ജോലി ചെയ്യുന്നു, നിങ്ങൾ നല്ല ശമ്പളം കിട്ടണ്ടേ? അദ്ദേഹത്തിന്റെ കമ്പനിയിൽ ജോലി ചെയ്യുന്നവർക്ക് മിനിമം വേതനം ഉറപ്പുവരുത്തണമെന്നേ നമ്മൾ ആവശ്യപ്പെടുന്നുള്ളൂ. കഴിഞ്ഞ 4 വർഷമായിട്ട് അദ്ദേഹത്തിന്റെ ഫാക്ടറിക്ക് വല്ല കുഴപ്പം പറ്റിയോ? ഞാൻ പറയാം, കുന്നത്തനാട് നിയോജകമണ്ഡലത്തിൽ ലിപ്പിഡ്സ് ഉണ്ട്, സിന്തൈറ്റ് ഉണ്ട്, അഗാപ്പ ഉണ്ട്, BPCL ഉണ്ട്, അങ്ങനെ നിരവധി അദ്ദേഹത്തിൻ്റെക്കാട്ടും ടേൺ ഓവറുള്ള കോടിക്കണക്കിന് വരുമാനമുള്ള കമ്പനികളുണ്ട്. ഏതെങ്കിലും വ്യവസായി സ്ഥലം MLAക്കെതിരെയോ അല്ലെങ്കിൽ സർക്കാരിനെതിരെ ഇതുവരെ പറഞ്ഞ് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? അപ്പോൾ സാബു ജേക്കബിന് അങ്ങനെ പറയണമെങ്കിൽ സാബു ജേക്കബിന്റെ ഒരു ആഗ്രഹം എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ പാർട്ടിയെ വളർത്താൻ വേണ്ടിയുള്ള ഷോർട്ട് കട്ട് വഴിയാണ് അദ്ദേഹം തിരഞ്ഞെടുക്കുന്നത്. പക്ഷെ അതുകൊണ്ടാണ് പറഞ്ഞത്, രാഷ്ട്രീയക്കാരനായിട്ടുള്ള സാബു ജേക്കബിനെ ഞങ്ങൾ എതിർക്കുക തന്നെ ചെയ്യും. അരാഷ്ട്രീയവാദം ഞങ്ങൾ എതിർക്കപ്പെടേണ്ടതാണ്. ആ നിലപാടിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ്. ആ പറഞ്ഞത് ശരിയല്ല. കാരണം അവിടുത്തെ ജനങ്ങൾ എന്നെ തിരഞ്ഞെടുക്കപ്പെട്ടത് അവരുടെ പ്രശ്നങ്ങളിൽ ഇടപെടാൻ വേണ്ടിയാണ്. 50-60 തെരുവുനായ്ക്കളെ കൊണ്ടുപോയി ഒരു ചെറിയ സ്ഥലത്ത് താമസിപ്പിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അതിൽ പ്രതിഷേധങ്ങളുണ്ടാവും. സ്ഥലം MLA എന്നുള്ള രീതിയിൽ അവിടെ ചെന്ന് സംസാരിച്ച് അത് രമ്യമായിട്ട് പരിഹരിക്കാനാണ് ശ്രമിച്ചത്. പക്ഷെ അവർ യാതൊരു തരത്തിലും അതായിട്ട് കോപ്പറേറ്റ് ചെയ്യില്ലെന്ന് കണ്ടപ്പോഴാണ് നിയമപ്രകാരം RDOയും വില്ലേജ് ഓഫീസറും RDOയും കളക്ടറെ ഇടപെട്ട് റിപ്പോർട്ട് തയ്യാറാക്കി അന്വേഷണം നടത്തി അവരെയും കൂടി കേട്ടതിന് ശേഷമാണ് അത് ഒഴിപ്പിക്കാൻ തീരുമാനിച്ചത്. അതിനുശേഷം ആ സ്ഥല ഉടമ, ആ വീടിന്റെ ഉടമ ഹൈക്കോടതിയിൽ റിട്ട് പെറ്റീഷൻ ഫയൽ ചെയ്യുകയും ആ പെറ്റീഷനിൽ ഈ RDOയുടെ റിപ്പോർട്ട് നടപ്പിലാക്കണമെന്ന് കർശനമായിട്ട് ഓർഡർ ഇട്ടിരിക്കുകയാണ്. അപ്പോൾ കണ്ടംപ്റ്റ് കോർട്ട് വരാതിരിക്കാൻ സ്വാഭാവികമായിട്ടും നടപടിക്രമങ്ങൾ പാലിച്ചേ പറ്റൂ. അതല്ലാണ്ട് വ്യക്തിപരമായിട്ട് വീണ ജനാർദ്ദനോട് ബഹുമാനം മാത്രമേ ഉള്ളൂ. കാരണം ഞാനും 2 തെരുവ് നായ്ക്കളെ എടുത്തു വളർത്തുന്ന ഒരാളാണ്. അപ്പോൾ എൻ്റെ വീട്ടിലും 2 പേര് വളരുന്നുണ്ട്. അപ്പോൾ അവർ ചെയ്യുന്ന നല്ല കാര്യങ്ങൾക്ക് സർക്കാരിൻ്റെ, നിർഭാഗ്യവശാൽ ഇപ്പോൾ സർക്കാരിൻ്റെ ഒരു ഷെൽട്ടറുകളില്ല എന്നുള്ളൊരു യാഥാർത്ഥ്യമാണ്. ഇത്തരത്തിലുള്ള തെരുവ് നായ്ക്കളെ എടുത്തു വളർത്തുമ്പോൾ അത് ഗവൺമെൻറ്റിന്, ഞങ്ങൾ മന്ത്രിയുടെ അടുത്തും ഞാൻ തന്നെ പറഞ്ഞു, ഇങ്ങനെ ഒരു സംവിധാനത്തെക്കുറിച്ച് നമ്മൾ ആലോചിക്കണം. ഇതൊരു പുതിയ ക്രൈസിസ് ഇങ്ങനെ വരുമ്പോൾ ഒരു പുതിയ വഴി കൂടി നമുക്ക് തുറക്കാൻ കഴിയണം. അതുവരെ ഇതെല്ലാവരും സഹിച്ചേ പറ്റൂ.